ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാന്താരി മുളകിനെ കുറിച്ച്. കാന്താരി മുളക് നമുക്ക് എങ്ങനെ കൂടുതൽ വിളവ് ലഭിക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഞാനിത് ഇവിടെ ഒരു ടാഗ് ലൈനായിട്ട് വരും, അതൊന്ന് കയറി കാണുക. അപ്പോൾ കാന്താരി മുളക് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ തോട്ടത്തിലുള്ള കാന്താരി മുളകിനെ കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ അതിന് താഴെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ വിത്തുകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ തൈകൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, തൈകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ വെച്ച് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ കാന്താരി മുളക് കൃഷി ചെയ്യുന്ന രീതികളും ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ തൈകൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചുള്ള രീതികളും ഞങ്ങൾ വളർത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതികളൊക്കെയുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കനും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാൻ ആദ്യം ചെയ്ത കാന്താരി മുളകിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കാണുന്ന റബ്ബർ മരങ്ങളുടെ ഇടയിലാണ് കാന്താരി മുളക് സുലഭമായിട്ട് ഉണ്ടാവുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിൽക്കുന്ന ചെടികൾ കണ്ടു. ഇതിപ്പോൾ നല്ല ചൂടായി, ഇവിടെ പകൽ നല്ല ചൂടാണ്. അപ്പോൾ ഇതിങ്ങനെ വാടി നിൽക്കുകയാണ്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് കാന്താരി മുളകിൻ്റെ ചെടികൾക്ക് പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇതിങ്ങനെ വാടി വരും. ഇനി ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് ഉണങ്ങിയ പോലെ അതിങ്ങനെ നിൽക്കും. പക്ഷേ ഉണങ്ങിയിട്ടുണ്ടാവില്ല. അടുത്ത ഈ വേനലൊരു പുതുമഴ പെയ്യുന്ന സമയത്ത് അത് വീണ്ടും കിളിർത്ത് അങ്ങനെ അതിൽ നിന്ന് പൊട്ടി ഉണ്ടായി വരികയാണ് ചെയ്യുക. പിന്നെ തൈകൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതികൾ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ. ഞങ്ങളിതിന് പ്രത്യേകിച്ച് കൃഷി രീതികളൊന്നുമില്ല. പ്രത്യേകിച്ച് തൈ നട്ട് വളർത്തി പരിപാലിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാം, അതേ ഉണ്ടോ, അതുപോലെ തൊടിയിലും പറമ്പിലൊക്കെ ഇങ്ങനെ മുളക് പഴുത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഈ ചെടിയിൽ നിങ്ങൾക്ക് കാണാം മുളക്, കാന്താരി മുളകുകൾ പഴുത്ത് നിൽക്കുകയാണ്. ഇത് തൈകൾ ഞങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ പഴുത്ത് നിൽക്കുന്ന കാന്താരി മുളകിൻ്റെ ഈ മുളക് ഇവിടെ കിളികൾ, അതായത് ഞങ്ങളുടെ നാട്ടിൽ പൂത്താങ്കിരികൾ എന്നൊക്കെ പറയുന്ന കരിയില കിളികൾ, അതുപോലുള്ള കുയിൽ പോലുള്ള കിളികളൊക്കെ ഇത് വന്ന് കൊത്തി തിന്നും. അതിൻ്റെ ദശയും കാര്യങ്ങളൊക്കെ തിന്നും. കൂടെ വിത്തും അവർ കഴിക്കും. ഈ വിത്ത് കിളികൾക്ക് ദഹിപ്പിക്കാനുള്ള കഴിവില്ല, വിത്ത് ദഹിച്ചു പോവില്ല. അപ്പോൾ അവർ കാഷ്ടിക്കുന്നതിൻ്റെ കൂടെ ഈ കാന്താരി മുളകിൻ്റെ വിത്തൂടെ പുറത്തു വരും. അത് നമ്മുടെ ഈ മണ്ണിലിങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. ഈ വീണ് കിടക്കുന്നത് വേനലിൽ ഒരു പുതുമഴ വരുന്ന സമയത്ത് മുളച്ച് വരികയാണ് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ ഉള്ള കാന്താരി മുളകിൻ്റെ തൈകളൊക്കെ ഇങ്ങനെ വാടി നിൽക്കുകയാണ്, ഉണങ്ങിയ പോലെ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഉണങ്ങിയത് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് ഉണങ്ങി നിൽക്കുകയായിരിക്കില്ല. അടുത്ത ഒരു മഴ പെയ്യുന്ന സമയത്ത്, വേനലൊരു മഴ പെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഉഷാറായി എല്ലാ കമ്പിൽ നിന്നും ഇലകൾ പൊട്ടി അങ്ങനെ ഉണ്ടാവുകയാണ് സാധാരണയായിട്ട് ചെയ്യാറ്. പ്രത്യേകിച്ച് ഒരു കെയർ ഞങ്ങൾ നാട്ടിൻപുറങ്ങളിൽ കാന്താരി മുളകിന് കൊടുക്കാറില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കാന്താരി മുളക് ഉണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതിൻ്റെ കാന്താരി മുളക് പഴുത്തത് കൊത്തി തിന്ന് അതിൻ്റെ വിത്തുകൾ ഈ തൊടിയിലൂടെ മുഴുവനെ കിളികളൊക്കെ കഷ്ടിച്ചിട്ടുണ്ടാവും. ഫുള്ള് ഈ മണ്ണിൽ വീണ് കിടക്കുന്നുണ്ടാവും. ഇത് മഴ പെയ്യുന്ന സമയത്ത് കിളിർത്ത് വരികയാണ് ചെയ്യുക. നല്ല നിറയെ തൈകളുണ്ടാവും. ഈ തൈകൾ നല്ലത് നോക്കി, ചിലപ്പോൾ നല്ല തൈകൾ, നല്ല ഉഷാറുള്ള തൈകൾ നോക്കി ചിലപ്പോൾ ഞങ്ങൾ പറിച്ച് നടാറുണ്ട് ചില സമയത്ത്. അതല്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാവുന്ന ചെടികൾ ഇഷ്ടം പോലെ കാന്താരി മുളകിൻ്റെ കായകൾ നമുക്ക് കിട്ടാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊടിയിലൊക്കെ മുളച്ച് വരുന്ന തൈകളിൽ നല്ല തൈകൾ നോക്കി ഞങ്ങൾ പറിച്ച് നട്ട് പ്രത്യേകിച്ച് കെയർ ചെയ്യുന്ന ചെടികളാണിത്. ഇതെന്താ വെച്ചാൽ വേനൽക്കാലത്തും ഞങ്ങൾക്ക് ഇതിന്ന് കായകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് ഈ കാണുന്ന കുറച്ച് ചെടികളുണ്ട്, പിന്നെ കുറച്ചപ്പുറത്ത് ഒരു 4-5 ചെടികളുണ്ട്. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഞങ്ങൾ
ഒന്നരാടം ദിവസങ്ങളിൽ നനച്ച് കൊടുക്കാറുണ്ട്. താഴെ ഇതിന് താഴെ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ചുരുണ്ട് വരുന്ന സമയത്ത് വെണ്ണീർ, അതായത് നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരം ഉണ്ടല്ലോ, ആ ചാരം ഇതിൻ്റെ ഇലകളിലൂടെയൊക്കെ വിതറി കൊടുക്കുക എന്നുള്ളത് മാത്രമേ കെയറായിട്ട് ചെയ്യാറുള്ളൂ. സാധാരണ അങ്ങനെ അസുഖങ്ങൾ വരാറില്ല. ഈ ഇല ചുരുണ്ട് പോകുന്ന രീതിയിലുള്ള അങ്ങനത്തെ അസുഖങ്ങൾ മാത്രമേ ഇതിന് ഉണ്ടാവാറുള്ളൂ. ഈ കാണുന്ന ചെടികളും ഞങ്ങൾ വേനൽക്കാലത്തേക്ക് കായകൾ ലഭിക്കാൻ വേണ്ടി പ്രത്യേകം മാറ്റി വച്ചിരിക്കുന്ന കാന്താരി മുളക് ചെടിയാണ്. ഈ കാണുന്ന ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇതിന് തൊട്ട് മുമ്പത്തെ ഇതിൽ കാണിച്ചതുമായിട്ടുള്ള ഒരു 6 or 7 ചെടികൾ മാത്രമാണ് ഞങ്ങൾ പ്രത്യേക കെയർ കൊടുത്തിട്ട് സംരക്ഷിക്കാറുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് കായകൾ നമുക്ക് വേനൽക്കാലത്തും ഇത് ലഭിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്നത് കാന്താരി മുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കാന്താരി മുളക് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതൊക്കെ പറിച്ചെടുത്തിട്ട് ആ വെയിലത്ത് വെച്ച് ഉണക്കി നന്നായി പൊടിച്ച് ആ പൊടിയാണ് ഞങ്ങൾ കറികളിലൊക്കെ യൂസ് ചെയ്യുന്നത്. സാധാരണ ചുവന്ന കളറുള്ള മുളക് പൊടിയല്ല, പച്ച കളറിൽ ആണ് നമുക്കിതിൻ്റെ പൊടി ഉണ്ടാവുക. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്, ആ മുളക് പൊടി കാണിച്ചിട്ടുണ്ട്. അത് ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 2 ദിവസം മുമ്പ് ഇതിന്ന് മുളക് പറിച്ചെടുത്തതാണ്. പൊടിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെയിലത്തിട്ട് അത് പൊടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഞാനിത് ഈ പറിച്ചെടുക്കുന്നത് കുറച്ച് പഴുത്ത കാന്താരി മുളകാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ അതിൻ്റെ വിത്ത് കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള വിത്തുകൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകൾ കൂടുതൽ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിനുള്ള വിത്ത് എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ ഒരു 10-30 പേർക്ക് അയച്ചു കൊടുക്കാനുള്ള വിത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വിത്തുകൾ പഴുക്കാൻ കായകൾ നിർത്തി വിത്തുകൾ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിത്തുകൾ കിട്ടിയിട്ടും കാര്യമില്ല, മഴ പെയ്ത് കഴിഞ്ഞാലാണ് ആ വിത്തുകൾ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പാകി മുളയ്ക്കാനൊക്കെ പറ്റുള്ളൂ. എന്തായാലും ഞാൻ വിത്തുകൾ ശേഖരിച്ച് വെക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ താഴെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ഇടുക, ഞാനത് ആവുന്ന സമയത്ത് പറയാം. ഇതാണ് ഞങ്ങളിവിടെ മുളക്, കാന്താരി മുളക് പൊടിക്കാനായിട്ട് അറുത്ത് വെച്ച് ഉണക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നതാണ്. ഇനി ഇത് ആവശ്യത്തിന് ഞങ്ങൾ തന്നെ പൊടിച്ചെടുക്കുകയാണ് പതിവ്. മിക്സിയിലിട്ടിട്ട് പൊടിക്കും. അതല്ല കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിക്കുന്ന മില്ലിലൊക്കെ പോയിട്ട് പൊടിച്ചു കൊണ്ടുവരികയാണ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങളുടെ ആവശ്യത്തിന് ഇവിടെ തന്നെ എടുത്ത് കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യാം. താഴെ കമൻ്റ് ഇടുക എന്ന് പറഞ്ഞത് നിങ്ങളുടെ അഡ്രസ്സ് താഴെ കമൻ്റ് ഇടാനല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ വിത്ത് ആവശ്യമുണ്ട് എന്നും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ മാത്രം താഴെ കമൻ്റ് ഇടുക. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് അയച്ചു തരാനുള്ള വിത്തുകൾ ലഭ്യമല്ല. ഇപ്പോൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നേരത്തെ ആവശ്യപ്പെട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ചെടികളിൽ മുളകും അധികം നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ ഇവിടെ വീട്ടാവശ്യത്തിനുള്ള മുളക് മാത്രം ലഭിക്കുന്നുള്ളൂ. ഇനി ഒരു വേനൽ മഴയൊക്കെ പെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെടികളൊക്കെ ഒന്ന് ചില്ലയൊക്കെ പൊട്ടിയുണ്ടായി അധികം കായകൾ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് ഉള്ള നല്ല കായകൾ നിർത്തി അതിൻ്റെ വിത്ത് ശേഖരിച്ച് നിങ്ങൾക്ക് അയച്ചു തരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇതിൻ്റെ താഴെ അതുകൊണ്ടാണ് നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രം കമൻ്റ് ഇട്ടാൽ മതി എന്ന് പറയുന്നത്. വിത്തുകൾ ലഭ്യമാകുന്ന സമയത്ത്, വിത്തുകൾ ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ആ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ താഴെ ഫോൺ നമ്പർ മാത്രം കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വിത്ത് ശേഖരിച്ച് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ട്രഡീഷണൽ രീതിയിൽ തന്നെ മുളകിൽ നിന്ന് വിത്തെടുത്ത് അത് ഉണക്കി ചാരവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഒരിക്കലും വിത്ത് കേട് വന്നു പോവില്ല. അങ്ങനെയാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. അങ്ങനത്തെ വിത്തുകളാണ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ഇത് നിങ്ങൾ എങ്ങനെയാണോ പച്ചമുളകൊക്കെ കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്കിവിടെ സുലഭമായിട്ട് ഇത് അല്ലാതെ നാച്ചുറലായിട്ട് ലഭിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ ഈ രീതിയിൽ ചെയ്യുന്നു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട്
പച്ചമുളകൊക്കെ സാധാ പച്ചമുളക് നിങ്ങൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വിത്ത് പാകി മുളപ്പിച്ച് അതിലെ നല്ല തൈകൾ മാത്രം നോക്കിയെടുത്ത് അത് നട്ട് പരിപാലിച്ച് വളർത്തി ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇതുപോലെ ഇവിടെ ലഭ്യമാണ് ഇഷ്ടം പോലെ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേക കെയർ കൊടുക്കാതെ ഇതിന് നമുക്കിവിടെ ലഭ്യമാവുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ വെക്കുക, താഴെ നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.